പൂജ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊണ്ടുപോയി ഇതുവഴി കയറിയിട്ട് അവരെ പുറത്തിറക്കിയിട്ട് ഇതുവഴി പോയിട്ട് അവൻ ഇതുവഴി ഡോറ് തുറന്നു. ഈ ഡോർ ക്ലോസ് ആയിരുന്നു. അങ്ങനെ ആ കൊച്ചിനെ കൊണ്ട് ഇവൻ ഇവിടെ പോയി. ലക്ഷ്യങ്ങളൊക്കെ മനസ്സിലാക്കാം കേട്ടോ. പല പ്രേമമില്ല ഞാൻ പറയുന്നത് അത് ഞങ്ങൾ രഹസ്യമായിട്ട് പറയും. പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. പഠിത്തവും കാര്യങ്ങളും മാറിയിടില്ല. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മൂരാരി തന്ത്രിയുടെ തന്നെയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന് ആ കൊച്ചിന് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ തൊട്ട് മുൻപ് നടന്ന കുറേ കാര്യങ്ങൾ വീഡിയോയിലൂടെ അത് വന്നിട്ടുണ്ട്. അതുപോലെ സംസാരിക്കുന്നതും എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വീടിനകം സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് പേടി ഒരുമാതിരി കൊള്ളസങ്കേതം പോലെ ഇരിക്കുന്നത് കേട്ടോ. ആ കൊച്ചു സത്യം പറഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ശരിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെയെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാര്യം അതുപോലെ ഓരോ ഡോറും തുറക്കുമ്പം ഓരോ റൂമിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെന്ന് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഒറ്റയ്ക്ക് കയറ്റിവിടുന്ന ഈ വീട്ടുകാരെ തന്നെ വേണം പറയാനായിട്ട്. കാര്യം അങ്ങനെ വിശ്വാസമുണ്ട്, ഇല്ലെന്നല്ല, അവർക്ക് അതായിരിക്കും അവരിങ്ങനെ ആയത്. പക്ഷെങ്കിൽ എന്നാ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ അവനവൻ്റെ കുഞ്ഞാണത്. ഇന്നത്തെ കാലം നമുക്കറിയാവുന്നതാണ്. ഒരു പ്രായമായ ഒരു പെൺകൊച്ചിനെ നമുക്ക് ഒറ്റയ്ക്കൊരിട്ട് തിരുത്തിച്ച് പോലും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ കൂടെ പോകുന്ന കാലഘട്ടമാണ്. അതിനെ സത്യം പറഞ്ഞാൽ അതിന് ശരിക്കും ദൈവാനുഗ്രഹം ഉള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ കൊച്ചിന് എന്നാ ബാധ എന്നാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ബാധ ഒഴിപ്പിക്കാനായിരുന്നെന്ന്. ഇവർക്ക് ഒട്ടും വിവരം ഇല്ലെന്നാണ് ഓർക്കുന്നത്. സ്വന്തം കുഞ്ഞിന് ഒരു മാറ്റവും ഇല്ല. കൊച്ചു നല്ല നോർമലായിട്ടിരുന്ന് സംസാരിക്കുന്ന യാതൊരു പ്രശ്നവും ഇല്ല, ഒന്നുമില്ല. അതിന് പിന്നെ ഇനി എന്നതാണ് ബാധയെന്ന് പറയുന്നത്? ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കള്ളത്തരങ്ങൾ പറയുന്നുണ്ട്. ഇയാളോട് 20 ലക്ഷം രൂപ ഇവർ ചോദിച്ചു, അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇയാളെ കുടുക്കിയതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേങ്കിൽ അതിൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പം എല്ലാവരും ചോദിക്കും ഈ വീഡിയോ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഇത് ഇദ്ദേഹം തന്നെ എടുത്ത വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റെ ചാനലിട്ട വീഡിയോ ആണ്. ഇദ്ദേഹം തന്നെ എടുത്തതെന്ന് പറയാനായിട്ട് ഇദ്ദേഹം എല്ലാവരുടെയും വീഡിയോസ് അങ്ങനെ എടുക്കുന്നുണ്ട്. അവിടെ വരുന്നത് ഈ കള്ളതന്ത്രിയുടെ പരിപാടി ഈ വീഡിയോസ് എടുത്തതിന് ശേഷം ഇവർ പോയി കഴിയുമ്പം ഇത് നമ്മളോടിപ്പോൾ ഒരാൾ കുറേ നേരം സംസാരിക്കാൻ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരണമെന്നില്ല. ചിലതൊക്കെ നമ്മൾ മറന്നു പോകും. അല്ലെ പിന്നെ അതുപോലെ അത് നോക്കി പറയാൻ അറിയാവുന്നവരായിരിക്കണം. പുള്ളിക്കാരി ആദ്യം ചെന്ന വീട്ടിലെ സകല കഥകളും പറയുന്നുണ്ട്. ആദ്യമായിട്ട് ഇവരവിടെ ചെല്ലുമല്ല, ഇതിന് മുന്നേ ഇവർ ചെന്നിട്ടുണ്ട്. ആ നാട്ടുകാരി അല്ല ഇവരിതിന് മുന്നേ ചെന്നത് കൊണ്ടാണ് ഇവർ വീണ്ടും വന്നത്. ഇനിയും വരാമെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത്. എന്നിട്ടാണ് ആ കൊച്ചിനെ ബാധ ഒഴിപ്പിക്കാനെന്നും പണ്ട് അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോയത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇവർ തന്നെ പലപ്പോഴായിട്ട് ഇവരുടെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങേരോട് അവിടുത്തെ കാര്യങ്ങൾ മൊത്തം മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇവരുടെ മകൻ്റെ കള്ളുകൂടി നിർത്താനാണ് ഇവരിവിടെ ആദ്യം പോകുന്നത്. അവിടെ പോയി മകൻ്റെ കാര്യങ്ങൾ മൊത്തം അവിടെ പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് മകനെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. മകൻ ചെന്നപ്പോഴത്തേക്ക് മകൻ്റെ കാര്യങ്ങൾ മൊത്തം തിരുമേനി അങ്ങോട്ട് പറയുന്നു. അപ്പം മകൻ ഓർത്ത് കാണും ഇങ്ങേര് മുഖം നോക്കി അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് പറയുന്നതെന്ന് വിചാരിച്ച് കാണും. അങ്ങനെ ആ ചെറുക്കനും അതിലെങ്കിൽ വിശ്വാസം. എനിക്കൊന്ന് പയ്യനെങ്ങാണ്ട് ഇച്ചിരി പ്രായമുള്ള പയ്യനാണ്, ജോലിയുള്ളതാണ്. ഇവർക്ക് സത്യം പറഞ്ഞാൽ ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇവർക്കുണ്ട്, ഇവരുടെ കയ്യിൽ പൈസയുണ്ട്. ഈ പയ്യൻ വരുത്തുന്ന കുറേ കടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതിനുവേണ്ടിയാണ് ഇവർ ഈ പൈസയും കാര്യങ്ങളൊക്കെ. ന്യായമായിട്ട് ശമ്പളമുള്ളൊരു മകനാണ്. അത് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. എന്നാണേലും നമുക്ക് ആദ്യമേ തന്നെ ആ കൊച്ചിനെ ഉപദ്രവിക്കാനെടുത്ത ആ ഒരു വീട് നമുക്കൊന്ന് കാണാം. ആ വീടിനകം ആ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്നവർക്ക് തന്നെ ഒരു ഭയം തോന്നും കേട്ടോ. എങ്ങനെ അത് അതിൽ നിന്ന് രക്ഷപ്പെട്ടെന്നാണ് വിചാരിക്കുന്നത്. ഇവൻ്റെ പൂജാത്തൊലി പൂജ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊണ്ടുപോയി ഇതുവഴി കയറിയിട്ട് അവരെ പുറത്തിറക്കിയിട്ട് ഇതുവഴി പോയിട്ട് അവൻ ഇതുവഴി ഡോറ് തുറന്നു. ഈ ഡോർ ക്ലോസ് ആയിരുന്നു. അങ്ങനെ ആ കൊച്ചിനെ കൊണ്ട് ഇവൻ ഇവിടെ പോയി. ഇതിനകത്താണ് കൊച്ചിനെ ഇവിടെ എല്ലാം കൊണ്ട് ചിടിച്ചെന്നൊക്കെ പറയുന്നു. ഇത് പറയുന്നില്ലേ ഇല്ലേ, കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ഭയം തോന്നില്ലേ? എനിക്ക് തോന്നി കേട്ടോ. കാര്യം ഇതിനകത്തോട്ട് ഓരോ ഡോറും തുറന്ന് അങ്ങനെ അതുപോലെയാണ് അത് പണിത് വെച്ചാൽ ഭയങ്കര ഒരു വീടാണ് ആ വീട്.
ആ വീടിനകത്ത് തന്നെയാന്ന് തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ. അതോ ഇനി ഇങ്ങനെ വേറെ പൂജ ഇതിനു വേണ്ടി മാത്രം ചെയ്തേക്കുന്ന സ്ഥലമാണോ എന്നറിയത്തില്ല. വീട് തന്നെയുള്ള ഒരു ഭയങ്കര വീടാണ് ഇത്. എന്നാലും പുള്ളി പൂജാ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്തേക്കുന്ന ഒരു സംഭവമല്ല ഇത്. ഇതിനകത്ത് വേറെയും പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പോടു കൂടി തന്നെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നൊരു ബിൽഡിങ്ങാണിത്. അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ രഹസ്യ അറയിലൂടെ കയറി പോകേണ്ട കാര്യമില്ലല്ലോ. അതിനകത്ത് എത്ര ഡോറ് മാറിയാണ്. അതിനകത്തുനിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് ഡോറിലൂടെ എങ്ങോട്ട് ഓടണമെന്ന് അറിയാൻ മേലാത്തൊരവസ്ഥയുണ്ട്. അതായിരിക്കാം ആ കൊച്ചു ആദ്യമേ ഇറങ്ങി ഓടി കാണുമായിരിക്കും. അതിനെ വീണ്ടും അതിനകത്തിട്ട് ഉപദ്രവിച്ച് കാണുമായിരിക്കും. അതിനകത്ത് ഒരുപാട് ഡോറുകളും ഉണ്ട്. ആ കൊച്ച് അതിനകത്തുനിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ ഓടി രക്ഷപ്പെട്ടെന്നുള്ളതാണ്. എന്നാണേലും ആ കൊച്ചിന് ദൈവാനുഗ്രഹമുണ്ട്, അതുകൊണ്ട് തന്നെ രക്ഷപ്പെട്ടത്. നമുക്ക് എന്നാലും ഇവർ അവിടെ ചെന്നതിന് ശേഷമുള്ള ആദ്യത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഇദ്ദേഹം തന്നെയാണ് വീഡിയോ പിടിച്ചേക്കുന്നത്. ആ ഒരു അമ്മ പറയുന്ന കാര്യങ്ങളുമുണ്ട്, ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളുണ്ട്, ആ പെങ്കൊച്ച് സംസാരിക്കുന്നതുമുണ്ട്. ഇവരുടെ പെങ്കൊച്ചിൻ്റെ അവരുടെ മുഖം ഒന്നും കാണിച്ചിട്ടില്ല, ഈ തന്ത്രിയുടെ മുഖം മാത്രം. അത് ഇങ്ങനെ തന്നെ എടുത്തേക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത്. ഇങ്ങനെ ആദ്യം മുതൽ ചോദിക്കുന്ന ഇവർ നേരത്തെ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കുന്നുണ്ട്. ചിലപ്പം ഇവർ ഇവർ തന്നെ ചിലപ്പം മറന്നുപോയി കാണും, ഇങ്ങനെ അടുത്ത് ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. പക്ഷെങ്കിൽ അങ്ങേര് ഈ വീഡിയോ എടുക്കുന്ന മൊത്തം ഇതിനകത്തെ കാര്യങ്ങളിരുന്ന് വീണ്ടും ആലോചിച്ച് ഇവരോട് വരാൻ പറഞ്ഞേക്കുന്ന ദിവസങ്ങൾ ഓർമ്മ കാണുമല്ലോ. ആ ദിവസം ഇവർ വരുന്നതിൻ്റെ അന്ന് ഒന്നും കൂടെ എല്ലാം റിവൈൻഡ് ചെയ്ത് കണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കാണും. അതാണ് ഇദ്ദേഹം എടുത്ത് ഇങ്ങോട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വലിയ വിദ്യാഭ്യാസമില്ലാത്ത ആളാന്നാണ് പറയുന്നത്, പക്ഷെങ്കിൽ കാഞ്ഞ ബുദ്ധിയാണ്. ഇവന് 10ാം ക്ലാസ്സിനെ ജയിക്കുകയാണ് ചെയ്യുമോ? പഠിക്കുന്നേ ഇല്ല. ആ പഠിക്കാതെ ജയിക്കും. ആദ്യം തന്നെ പെങ്കൊച്ച് പഠിക്കുന്നില്ല, പഠിക്കാതെ ജയിക്കുമോ എന്ന് ഉള്ള കാര്യങ്ങൾ അവർ തന്നെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള പരിപാടി നമുക്ക് ചെയ്യാമെന്നാണ് തിരുമേനി പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പം എത്രയുള്ള പെങ്കൊച്ചും വിചാരിക്കും, എനിക്ക് ഇച്ചിരി പഠിക്കാനായിട്ട് വലിയ ഇതൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് നോക്കിയാൽ മതി, തിരുമേനി അതിനുള്ള കാര്യങ്ങൾ ചെയ്തോളൂല്ലോ എന്ന് വിചാരിക്കും. ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെറുതെയാണ്. നമ്മൾ പഠിച്ചാൽ നമുക്ക് ജയിക്കാം, അത്ര മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളിൽ പോയി പെടുന്നവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്നപ്പെട്ട് ആ തിരുമേനി പറയുന്ന ആ ഒരു ഇതിൽ അവരങ്ങ് വിശ്വസിക്കുന്നു. പുള്ളിയുടെ ഇരിപ്പൊക്കെ കണ്ടോ, ഭയങ്കര ഇതായിട്ടാണ്. അല്ല അത് ഇന്നാ ഞാൻ വിളിച്ചോണ്ടോന്നും ക്ലാസ് ഒന്നും ഇല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു പരീക്ഷ കഴിഞ്ഞിട്ട് തിരുമേനി എന്തോ പൂജ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അതിന് വന്നില്ലല്ലോ എന്ന്. അപ്പോൾ പറയുന്നു ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ്, അതുകൊണ്ട് വന്നതാന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു ഇവിടുത്തെ ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അപ്പം അതിനാണ് അവരോട് വെയിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് അവർ കുറേ കാര്യങ്ങൾ വേറെയും പറയുന്നുണ്ട്. പരീക്ഷ അല്ലേ? എനിക്കൊരു പിന്നെ ഇത് ചെയ്തു തരാൻ പറ്റുമോ? വീടിന്റെ വസ്തുവിന്റെ പ്രമാണേ രജിസ്ട്രേഷൻ ചെയ്ത് രജിസ്റ്റേർഡ് കോപ്പി എടുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രമാണത്തിന്റെ. അതിനാരെയും കാണണമെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇവിടാണ് അവർ ആ കാര്യം ചോദിക്കുന്നത്. അവരുടെ വസ്തുവിൻ്റെ പ്രമാണം വെച്ച് കുറച്ച് പൈസ എടുക്കാനാണ്. ഇവരിതിന് മുമ്പേ ഇങ്ങേരടുത്ത് വന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ വസ്തു വിൽക്കാൻ വേണ്ടിയാണ് ഇവർ തീരുമാനിച്ചത്. അപ്പോൾ എൻ്റെ 15 സെൻറ്റ് സ്ഥലവും 2 നില വീടും വഴിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എന്നെ പറഞ്ഞത് വിൽക്കേണ്ട, നമുക്ക് പണയം വെച്ച് നമുക്ക് പൈസ എടുക്കാം, അതാ നല്ലത്, ആ വസ്തു വിൽക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവരാണ് സെൻറ്റിന് 3 ലക്ഷം രൂപ വെച്ച് കിട്ടുമെന്നോ ഒക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഹസ്ബൻഡ് ഭയങ്കര പ്രശ്നക്കാരനായിരുന്നെന്നാണ് പറയുന്നത്. ഭയങ്കര ഉപദ്രവവും കാര്യങ്ങളും, അങ്ങനെ ഒരു ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു. അദ്ദേഹം ആധാരം എടുത്ത് കുഞ്ഞാന്ന് കീറിക്കളഞ്ഞതാണ് പറയുന്നത്. അത് കഴിഞ്ഞാണ് അവർ അക്ഷയ വഴി ഓൺലൈൻ വഴി അത് റെഡിയാക്കുന്നത്. അപ്പോൾ അതാണ് ചോദിച്ചത്, അതിൻ്റെ കാര്യം ഒന്ന് ചെയ്ത് കൊടുക്കാമോ എന്നാണ് ചോദിക്കുന്നത്. മെയിൻ റോഡ് സൈഡാ. എത്ര രൂപയുടെ വസ്തുവിന് വില? 1 ലക്ഷം രൂപ വിലയുള്ള സ്ഥലം, 3 ലക്ഷം രൂപ വിലയുള്ള സ്ഥലം. എത്ര സെന്റ്? 15 സെന്റ്, 2 നില വീട്. 2 നില വീട്. മൈനറും കാര്യങ്ങളൊന്നുമില്ല. കൊച്ചു അവളുണ്ട്. നിങ്ങൾക്ക് എത്ര 16 ദിവസം മൈനറുണ്ട്? ഒരാൾ മൈനറാണ്. അവർക്ക് അച്ഛൻ്റെ വീട്ടിലുള്ള സ്ഥലമായിരുന്നു. അച്ഛൻ്റെയും വൈഫിൻ്റെ കൂടെ പേര് എഴുതി മേടിച്ചാൽ കൊച്ചിൻ്റെ പേര് ഭർത്താവ് വെച്ച് പിന്നെ ഭർത്താവിൻ്റെ അവകാശം പിള്ളേർക്ക് വരത്തില്ലേ? ഇല്ല, വരും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. അതല്ലെങ്കിൽ ഒഴിവൂർ എഴുതി നിങ്ങളുടെ പേര് അറിഞ്ഞല്ല. എവിടെ മൈനറായിട്ട് വരത്തില്ല. ഏത് 16 വരും. ഇത് സ്ഥലമാണ്.
റോഡല്ല, മെയിൻ റോഡുകൾ പോലെ വന്ന ഭാഗത്തോട്ട്. മെയിൻ റോഡ് വന്നിട്ട് അകത്തോട്ട് അവിടെ ലോറി ഒന്നും ഇല്ല. ആണ് 13 സെന്റ് 15. 15 15 എത്ര നാൾ 4 വർഷം. ഈ ഒരു കാര്യം അദ്ദേഹം പറയുമ്പം അവർ ഇങ്ങനെ തന്നെയാണ് അവർ ആ ബാങ്കിലേക്ക് വിളിച്ച് ചോദിക്കുന്നതും കാര്യങ്ങൾ പറയുന്നതും എല്ലാം. അവർ അദ്ദേഹത്തോട് കടമായിട്ടല്ല പൈസ വെച്ചേക്കുന്നത്. 20 ലക്ഷം രൂപ ഇങ്ങനെ ചോദിച്ചു, അത് കൊടുക്കാത്തതിനാണ് ഇങ്ങനെ കൊടുക്കുകയെന്നാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ അവർ വർത്തമാനം കേൾക്കുമ്പോൾ നമുക്കറിയാം കേട്ടോ, ഒരു പൊട്ട് പിടിച്ച ആളാണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവർ തന്നെ പറയുന്നുണ്ട്, അവരൊരു ജയിലിലെ പോലത്തെ ഒരു ജീവിതമായിരുന്നു. അവരുടെ ഭർത്താവർക്ക് യാതൊരു സ്വാതന്ത്ര്യം കൊടുത്തില്ല. അങ്ങനെ ജീവിച്ച് ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ മകൻ മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയി. അത് മാറാൻ വേണ്ടിയാണ് തിരുമേനി എടുത്തിട്ട് ഇവരെ ആരോ കൊണ്ടുവന്നാണ് ഇവിടെ. അവരുടെ ഏതോ ഒരു പുള്ളിക്കാരുടെ പേര് പറയുന്നുണ്ട് ഇവർ അവസാനം, ഞങ്ങൾ രണ്ടുപേരോട് ഒന്നും കൂടെ വരാമെന്ന്. അവരായിരിക്കും കൊണ്ടുവന്നേ. അവർ വന്ന് ഇങ്ങനെ ആ പയ്യൻ്റെ കള്ളുകൂടി മാറി എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അമ്മ വന്ന് മോൻ്റെ കാര്യങ്ങൾ മൊത്തം ഇതാണ്. നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലെ കഥകൾ മൊത്തം ഒരിടത്തോട്ട് പറഞ്ഞ് കേൾപ്പിക്കും. അത് കേൾപ്പിച്ച് കഴിഞ്ഞുള്ള കുഴപ്പം എന്നാണെന്നറിയാമോ, അത് വെച്ച് അവർ നമ്മളെ മുതലെടുത്തോണ്ടേയിരിക്കും. അപ്പം ഈ മകൻ വന്നപ്പോഴത്തേക്ക് മകൻ്റെ കാര്യങ്ങൾ മൊത്തം തിരുമേനി പറയുന്നു. അപ്പോൾ ഭയങ്കര സിദ്ധിയുള്ള തിരുമേനി. കാര്യം മകൻ്റെ കാര്യങ്ങളെല്ലാം തിരുമേനിക്ക് അറിയാം. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നു, ഭയങ്കര ഇതായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ പിന്നെ ചെറുക്കനും വിശ്വസിച്ചു. ഇത്രയും സിദ്ധിയുള്ള ഒരാളെ കാണുമ്പോഴത്തേക്ക് അതിൽ നിന്ന് മദ്യപാനത്തിൽ നിന്നൊക്കെ ചെറുക്കൻ മാറി വന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റം വന്നു എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് ഇതിനകത്ത്. അപ്പം ആ ഒരു ലോൺ ഈ പയ്യൻ എന്തോ കടം വരുത്തി വെച്ചേക്കുന്നതിൻ്റെയൊക്കെയാണ് വീടാൻ വേണ്ടിയാണ് ഇവർ ഈ ലോൺ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. യഥാർത്ഥ പ്രമാണം എന്റെ ഹസ്ബൻഡ് ഭ്രാന്തളവുന്ന സമയത്ത് നുള്ളി കീറി കളഞ്ഞു, ചെറുതായിട്ട് കീറി കളഞ്ഞാണ്. അങ്ങനെ കഴിഞ്ഞിട്ട് തള്ളയുടെ കയ്യിൽ നിന്ന് പൈസ നിങ്ങളുടെ ഏത് പിന്നെ രജിസ്റ്റർ ഓഫീസാ? നമ്മുടെ കണ്ണനല്ലൂർ രജിസ്റ്റർ ഓഫീസാന്ന്. അവിടെ ആരെങ്കിലും നല്ല ആധാരം എടുത്ത് തരണ്ടേ, അവരെ പോയി കാണും. കണ്ടിട്ട് ഇതിന്റെ പറ്റിയിട്ടേ കണ്ടല്ലോ, പകർപ്പെടുത്ത് തരാൻ പറഞ്ഞു. പകർപ്പിന് ഓൺലൈനിൽ കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തേക്കുന്നു. നാളെ മറ്റന്നാളെ കിട്ടും രജിസ്റ്റേർഡ് പകർപ്പ്. അത് മേടിച്ചിട്ട് എന്ത് ചെയ്യാനൊക്കെ, എവിടെ കൊണ്ട് എങ്ങനെ വെക്കണം എന്നുള്ളത് അത് മേടിച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിനുള്ള കാര്യത്തിന് അത് മതി. ക്രയത്തിന് ലോണിന്റെ കാര്യത്തിന് കിട്ടുമെന്നറിയാൻ പറ്റും. ലോൺ കിട്ടുമോ വെച്ചാൽ ലോൺ എടുക്കാം. ലോൺ എടുത്ത് അത് ഇവനറിഞ്ഞില്ല, വീടുവസ്തു കൊടുക്കണ്ട, അതല്ലേ നല്ലത്. അതായത് എങ്ങനെയെങ്കിലും അതുകൊണ്ട് ഇവന്റെ ഒരു കാര്യം ക്ലിയർ ചെയ്ത് എടുത്തോണ്ട് ഇവൻ അടയ്ക്കേണ്ടത്. അവനെ നിലനിർത്തി അടപ്പിക്കണം. അല്ലാതെ എവിടെ പറഞ്ഞാലും ഈ തിരുമേനി ചോദിക്കുന്നത് ഇത് ആ പെങ്കൊച്ചിനോടാണ് ചോദിക്കുന്നത്, അടയ്ക്കോടി അവനെന്ന്. അപ്പോൾ ആ കൊച്ചു പറയുന്നത് കേട്ടോ, എനിക്ക് സംശയമുണ്ടെന്ന്. ഈ കൊച്ചിനാണോ ബാധയുണ്ടെന്ന് പറയുന്നത്. അവർ ആ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എത്ര ഉത്സാഹത്തോടുകൂടിയും എത്ര നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ഒരാൾ പറയുന്ന പോലാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് മനുഷ്യർ വിശ്വസിച്ച് പോകും, അത് സ്വാഭാവികമാണ്. പക്ഷേ ഇവർ കാണിച്ചൊരു മണ്ടത്തരം ആ കൊച്ചിനെ ഒറ്റയ്ക്കെതിരേക്ക് വിട്ടതാണ് ഇവർ കാണിച്ചൊരു മണ്ടത്തരം എന്ന് പറയുന്നത്. അപ്പം അവരത്രയ്ക്ക് വിശ്വസിച്ചാണ് അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് ഓരോ കാര്യങ്ങളും പറയുന്നത്. അത്രയ്ക്ക് സ്വന്തം ഒരു വീട്ടിലൊരാളോടുള്ള പോലെ നമ്മൾ പറയുന്നത്. ചില മനുഷ്യരൊക്കെ നമുക്ക് മുന്നിൽ ദൈവമായിട്ട് പ്രത്യക്ഷപ്പെട്ട് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും അവർക്കിപ്പോൾ ഇങ്ങനെ കാണുമ്പം കേൾക്കുകയും അത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചോദിച്ച് സ്കൂളിൽ വല്ല പെൺപിള്ളേരുണ്ട് അന്വേഷിച്ച് നടക്കുക. അവന് പെണ്ണ് അന്വേഷിക്കുക, അവന് ഒറ്റയടി കൊടുക്കാൻ എനിക്കറിയത്തില്ല. 16 വയസ്സുള്ള പിള്ളേരെയാണ് ഇയാൾ ചമ്മന്താലേക്ക്. നീ പറഞ്ഞാൽ നീ ബ്രോക്കറല്ലെന്ന് പറഞ്ഞാൽ നീ ബ്രോക്കർ. അവനെങ്ങനെയെങ്കിലും ഈ കടത്തിൽ നിന്നൊക്കെ ഒന്ന് മിക്കായാലും കല്യാണം കഴിക്കണം. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് നേരെയാക്കി എടുത്ത് എനിക്ക് അവനെ കൊണ്ട് ഒരു സ്വസ്ഥത ഇതൊക്കെ പറഞ്ഞു. ഇപ്പൊ അവന് നിലവിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അവന് നിലവിൽ കുഴപ്പമൊന്നുമില്ല, പുള്ളി ഗ്രഹിച്ച് പറഞ്ഞാണ്. എന്നിട്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ലേ? ആ ചെറുക്കിന് എത്രമാത്രം മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നതായിരിക്കും ഈ ഒരു സിറ്റുവേഷൻ അവരുടെ നാട്ടിലും നാട്ടുകാരും ഒക്കെ അറിഞ്ഞ് കാണത്തില്ലേ. അതുപോലെ തന്നെ പുള്ളി ചോദിക്കുന്നുണ്ട്, 16 വയസ്സുള്ള കൊച്ചിനെയാണോ സംബന്ധം ആലോചിക്കുന്നത്? സംബന്ധം ആലോചിക്കാനല്ലേ പോയുള്ളൂ, അല്ലാതെ പീഡിപ്പിക്കാൻ പോയില്ലല്ലോ. ഇവിടെ ഇവൻ്റെ മുന്നിൽ ഇരിക്കുന്ന ആ കൊച്ച് 16 വയസ്സുള്ള കൊച്ചല്ലേ, അതിനെയല്ലേ ഇങ്ങനെ ഉപദ്രവിക്കാൻ നോക്കിയത്. അപ്പം ഇങ്ങനെ പറയുന്ന ഒന്ന് ചെയ്യുന്ന വേറൊന്ന്. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാൾ ഒരു കൊച്ചിനെ ഉപദ്രവിക്കുന്ന ആരും വിശ്വസിക്കുന്നില്ല. കാര്യം അത്രയ്ക്ക് മാന്യനാന്നല്ലേ വിചാരിക്കുന്നത്. ആ എത്ര ഇതായിട്ടാണ് പറയുന്നത്.
അവരുടെ വീട്ടിൽ സംസാരിച്ച് എന്തോ ഒരു ജോക്ക് പോലെയാണ് കാര്യം. ചില വീട്ടിലൊക്കെ പിള്ളേർ ആങ്ങളമാർ പെങ്ങന്മാരോട് ചോദിക്കും, എടി നിൻ്റെ ക്ലാസ്സിൽ ആരെങ്കിലും ഉണ്ടോ എനിക്ക് പറ്റിയ തമാശ ആയിരിക്കും ചിലപ്പോൾ ചെറുക്കൻ ചോദിച്ചത്. അതും വന്ന് ഇവിടോട്ട് അങ്ങ് വിളമ്പി, ഈ ഇങ്ങേറെ മുന്നിലോട്ട് അതും അങ്ങ് വിളമ്പി. അത് പറഞ്ഞ് വീട്ടിലെ കാര്യങ്ങൾ മൊത്തം അവരുടെ വീട്ടിലെ സകല എല്ലാ കാര്യങ്ങളും വന്ന് ഈ വിളമ്പുന്നത് ആ പിള്ളേരുടെ അമ്മയാണ്. കാര്യം ഇങ്ങേർക്ക് മനസ്സിലായി അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല, ഇവരുടെ രക്ഷകൻ ഇപ്പോൾ ഇങ്ങേരാന്നുള്ളത് അങ്ങേർക്ക് ശരിക്കും മനസ്സിലായി. അതിനുള്ള അവസരം കൊടുത്തതും ആ അമ്മ തന്നെയാണ്. ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള അവസരം കൊടുത്ത കാര്യം. സ്വന്തം വീട്ടിൽ ആരുമില്ല, അവർക്ക് ആരെയും ആശ്രയിക്കാനില്ല, ഈ ഇങ്ങേര് മാത്രമുള്ള ആശ്രയിക്കാൻ എന്ന് അങ്ങേർക്ക് മനസ്സിലായി. എന്നേലൊരു വിഷയം ഉണ്ടായാലും ഇവരിത് പുറത്ത് പറയത്തില്ല, കാര്യം ഇങ്ങേരുള്ള വിശ്വാസം കൊണ്ട്. അതാണ് ഇദ്ദേഹം വിചാരിച്ചത്. നിങ്ങളായിട്ട് ഇനി കുഴപ്പം ഉണ്ടാക്കരുത്. നിങ്ങൾ ഇനി അവനെ ആവശ്യമില്ലാത്ത സപ്പോർട്ട് ചെയ്യാൻ പോവുകയും മറ്റുള്ള കടങ്ങൾ തീർക്കാനും നിങ്ങൾ നിൽക്കുമ്പം അവൻ വീണ്ടും അഹങ്കാരിയാവും. ഈ കൊച്ചിന് എവിടെയെല്ലാം കെട്ടിച്ചു വിടുമ്പോൾ എല്ലാം കൊടുക്കണ്ടേ? കൊടുക്കണം. പക്ഷെ ഇവനെ എങ്ങനെ നമ്മൾ നിലനിർത്തും? ഇവന്റെ ബാങ്കിൽ നിന്നൊക്കെ വിളിച്ച് ഭയങ്കര പ്രശ്നമായി. ഏത് ബാങ്കിനാണ്? ICICI ക്രെഡിറ്റ് കാർഡിലേക്ക് അങ്ങനെ 1.5 ലക്ഷം രൂപ കൊണ്ടൊന്ന് അടച്ചിട്ടുണ്ട്. ബാക്കി 10-ാം തീയതിക്കകത്ത് അടയ്ക്കണം. കുറേശ്ശെ പറ്റത്തില്ലെന്ന് 10-ാം തീയതി അത് ക്ലോസ് ചെയ്യണം. അതായത് ഇത് പിന്നെ വലിയ തുക സെറ്റിൽമെന്റ് ചെയ്ത് വെച്ചേക്കുക. ആർക്കറിയാം, 5 ക്രെഡിറ്റ് കാർഡിൽ നിന്ന് 80-50 ഒക്കെ ആയിരിക്കും എടുത്തത്. അതൊക്കെ കൂടി. എന്നിട്ട് അവര് സെറ്റിൽമെന്റിന് അത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. 3.5 ലക്ഷം 8 ലക്ഷം എടുത്തുള്ളൂ. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം 1 ലക്ഷം കളിച്ചത് ഇത് പറഞ്ഞതാ. എടുക്കാൻ പറ്റും. ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെ എത്ര വേണമെങ്കിലും വലിക്കാം. എത്ര മാന്യമായിട്ടും എത്ര ഇതായിട്ടും ഇനി നിങ്ങൾ അവനെ ഇങ്ങനെ വളം വെച്ച് കൊടുക്കരുത്, അവൻ്റെ കടങ്ങളൊക്കെ വിടാൻ അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. ഇത്രയൊക്കെ ഉപദേശങ്ങൾ കൊടുക്കുമ്പം ആരാണേലും ഓർക്കും നല്ലൊരു മനുഷ്യൻ, അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നെന്ന് ഓർക്കും. എത്ര നല്ല രീതിക്കാണ് അവരെ ആ ഒരു ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വലയത്തിലേക്ക് ആക്കുന്നതെന്ന് നോക്കണം. ഈ ലോണിന്റെ കാര്യം ഏതെങ്കിലും ബാങ്കിലും തിരക്കുമോ? അതാ തിരക്കി നോക്കിയിട്ട് അവന്റെ സാലറി കൂടെ വെച്ചാൽ മതി. അവന്റെ സാലറി കൂടെ വെച്ചിട്ട് അങ്ങനെ വേണേ നമുക്ക് നോക്കാം. നിങ്ങൾ കണ്ണനല്ലൂരല്ലേ? ഏത് ബാങ്കിലാണ് നോക്കിയേ? ഇത്രയും പൈസ അടഞ്ഞു പോകും. എത്ര ഉണ്ട് സാലറി? അവന് പിടുത്തം കഴിഞ്ഞ എത്ര കിട്ടും? അവന് കൈ കിട്ടുന്നത് 56. അങ്ങനെ അടഞ്ഞു 30 രൂപയ്ക്കകത്ത് അടവ് വരും. അങ്ങനെ ചെയ്ത് നോക്കാം. മാനിനെ വിളിക്കാം. സർട്ടിഫിക്കറ്റ് വെക്കണം. അതാ സാലറി സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ കുറവായിരിക്കുമേ. ക്രെഡിറ്റ് സ്കോർ ഒക്കെ കുറവായിരിക്കും. ഇവന്റെ എല്ലാം പെൻഡിങ് കിടക്കുന്നതായിരുന്നു. സ്കോർ വേണം. വിവാഹമോ മറ്റു കാര്യം എന്തെങ്കിലും പറഞ്ഞ് വേറെ അങ്ങനെ കിട്ടുമോ? അവരുടെ അച്ഛൻ മരിച്ചുപോയി, അതിന്റെ അവകാശം 2 പേരുണ്ട്. അവന് ഇപ്പൊ നിലവിൽ കുഴപ്പമില്ല. അത് ഇനി അതൊന്നും ചെയ്യാതിരുന്ന വലിയ കുഴപ്പത്തിലോട്ട് പോകും. ഈ താലൂക്കൊക്കെ കിട്ടത്തില്ല ഒരു പേപ്പർ, ലീഗൽ ഹർഷിപ്പ്. അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് മാത്രമേ ഉള്ളൂ. പ്രമാണം നോക്കിയപ്പോ നുള്ളിക്കറി കളഞ്ഞ എന്റെ കോപ്പി 50 രൂപ കണ്ടു കൊടുത്തെടുത്തത് ഗവർണറിട്ട് വെച്ചിട്ടുണ്ട്, അമ്മയും മോനും കൂടെ. നമസ്കാരം. ഞാൻ വിളിച്ചതേ ഈ നമ്മുടെ സുഹൃത്തിന് ലോൺ എടുക്കാൻ വേണ്ടിയിട്ടാ. അന്നേരം ഈ പ്രമാണത്തിന്റെ ഒറിജിനൽ അവരെ നഷ്ടപ്പെട്ട് പകർപ്പ് വെച്ച് ലോൺ കൊടുക്കുമോ? ഇല്ലയോ? അപ്പൊ പിന്നെ എന്ത് വേണം? അവിടെ തന്നെ രജിസ്റ്റേർഡ് വർക്ക് എടുത്തേക്കുന്നത്. അവർക്ക് 20 ലക്ഷം രൂപ മതി. ഇതെല്ലാം അദ്ദേഹം തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. സാലറി സർട്ടിഫിക്കറ്റ് വെക്കുന്നതും അതുപോലെ തന്നെ ലോൺ എടുക്കുന്ന കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുന്നതും എല്ലാം അദ്ദേഹമാണ്. പിന്നെ എങ്ങനെ ഇവർ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് വരും. ആ ഒരു 20 ലക്ഷം രൂപയുടെ കാര്യം ഇദ്ദേഹം തന്നെയാണ് ബാങ്കുകാരോട് സംസാരിക്കുന്നത്. 20 ലക്ഷം രൂപയാണ് അവർക്ക് വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ അവരത്രയും 20 ലക്ഷം രൂപയുടെ കാര്യം അവർ പറയുന്നത് ഇദ്ദേഹമാണ് പറയുന്നത്. 20 ലക്ഷം രൂപ വേണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്. എന്നിട്ടാണ് പറഞ്ഞത് എന്നെ ചതിച്ചാണ്, ഇത് ട്രാപ്പാണെന്ന്. പക്ഷേ ഇങ്ങനെ കള്ളനാണ് കേട്ടോ, ഭയങ്കര കള്ളനാണ്. നോക്കാം നമുക്ക്. ഓക്കെ മൈനറിന്റെ പേർക്ക് നോക്കാം. ഇതിപ്പം പുള്ളി പറയും ഇതൊരു ബാങ്ക് മാനേജാ. അപ്പൊ അവര് ബാങ്ക് ചെയ്തില്ല, വേറെ ഏതെങ്കിലും ബാങ്ക് നോക്കാം. കാറ്റുള്ളവർ കാണല്ലോ. എന്നിട്ട് നോക്കട്ടെ. വിൽക്കരുത്. ഞാനൊന്നും പറഞ്ഞില്ല, വിൽക്കരുത്. എന്തായാലും ഏതൊരാളായാലും നോക്കിക്കണ്ട് ചെയ്യാം. ഞാൻ അതേ പറയും കേട്ടോ. അത് നമുക്ക് ചെയ്യാം. ഒരു വെട്ട പുള്ളിനെ വിളിക്കുമ്പോൾ അല്ലേ അവർ ആ ബാങ്കിൽ നിന്ന് ആൾ വരും.
അന്നേരം നിങ്ങളെ നമ്പർ കൊടുക്കാൻ ഞാൻ. വീടും പുസ്തകമൊക്കെ പല ബാങ്കും വന്ന് കണ്ട് അപ്പൊ എല്ലാം ക്ലിയറാണ്. പക്ഷെ സംഭവം പ്രമാണം കാണിക്കുമ്പോഴല്ലേ അവിടെ വിഷയം വരുന്നത്. ഇവർക്ക് നമുക്ക് വസ്തു കാണിച്ചുകൊണ്ട് എങ്ങനെ ആയാലും അതൊന്നും ഇതിനെ നമുക്ക് ആ വീട്ടിൽ തന്നെ ഇവന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ പിള്ളേരുടെ കാര്യം ചെയ്യണം. ഇനി അത്രയ്ക്ക് ആൾക്കാർ ഇങ്ങനെ ചിരിക്കാനായിട്ട് നോക്കിയിരിക്കാൻ ആണ് അവരുടെ പ്രശ്നം. ആൾക്കാർ ചിരിക്കാൻ വേണ്ടി നോക്കിയിരിക്കും. ഇപ്പോൾ ആൾക്കാർ ശരിക്കും ചിരിക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഇല്ല, ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ലേ? ഇവരിപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം പുറത്ത് വരുന്നുണ്ട്. ആ പയ്യൻ ഇതെല്ലാം അറിയത്തില്ലേ? എന്നെപ്പറ്റി പോയി നേരത്തെ എൻ്റെ അമ്മ പറഞ്ഞതാണ് കാര്യങ്ങൾ മൊത്തം എന്ന് അവനും അറിയത്തില്ലേ? അവൻ ഇനി എത്രമാത്രം ആ മദ്യപാനത്തിന് തിരിച്ചു കൊണ്ടുവന്ന ആ പയ്യൻ ഇനി എത്രമാത്രം വീണ്ടും അതിലേക്ക് അഡിക്റ്റായി പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ കൊച്ചിന് പരീക്ഷയാണ്, 10 പഠിക്കുന്ന കൊച്ചാണ്. ആ കൊച്ചിന് പരീക്ഷ വരുന്നു. അതിന് ഇനി നേരെ ചൊവ്വ ഒന്ന് പരീക്ഷ എഴുതാൻ പറ്റുമോ? മറ്റേ ജയിക്കുമോ തോക്കുമോ എന്നെ ആയിക്കട്ടെ, ഇന്നത് പരീക്ഷ സമാനമായിട്ട് എഴുതാൻ പറ്റുമായിരുന്നിട്ട് ഇനി അതിന് അങ്ങനെ ഒരു സമാനത്തൊരു പരീക്ഷ എഴുതാൻ പറ്റുമോ? ഇനി ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി നടക്കണ്ടേ? രക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഇടി കിട്ടത്തില്ല. അല്ലെങ്കിൽ മറ്റേത് നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്ന് നല്ലപോലെ ക്ലിയർ ചെയ്തിട്ട് ദൈവം എടുത്ത് ഞാൻ പറഞ്ഞു ആദ്യം ഇല്ലാതെ കൊണ്ടുപോയി ഒരു കല്യാണമാരായിരിക്കും സ്വയം പോയി. അന്നിട്ടുണ്ട് ഇത് കൊണ്ടത് കാണിച്ചത് അവിടെ അന്ന് 5 രൂപ ഇല്ല. അമ്മ 500 രൂപ അവിടെ ഫീസ്. 500 ഞാൻ വെള്ളം തിരുമേനി എടുത്ത് പോയിട്ട് വേണം. അയാൾ അതൊക്കെ നോക്കിയല്ല ഓക്കെയാന്ന് പറഞ്ഞു. നമ്മൾ പ്രശ്നമില്ല, കല്യാണം ആലോചനയാണെന്നുണ്ടെങ്കിൽ നീ തിരുമേനിയുടെ അടുത്ത് അദ്ദേഹം പറഞ്ഞു തരും ഇത് വേണം നിനക്ക് ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് പോയി കാണാൻ പറഞ്ഞു. അങ്ങനെ അവർ ആ വീട്ടുകാരെ പിന്നെ ബ്രോക്കർ ചുമ്മാതെ പറഞ്ഞു. ബ്രോക്കറോട് ഞാൻ ദിവസമായിട്ട് കാര്യം പറഞ്ഞു. ബ്രോക്കറോട് ഇന്നത്തെ സംഭവമുണ്ട്, ശരി ക്ലിയർ ചെയ്യാനുണ്ട് ആളിനെ, അല്ലാതെ പെട്ടെന്ന് അടിപിടിക്കുന്ന കല്യാണം പറഞ്ഞ് അത്യാവശ്യം ഒരു കാര്യം ചെയ്യണം, കല്യാണം റെഡിയാക്കാൻ ഞാൻ പ്രാവശ്യം അങ്ങനെയുള്ള രീതി പറഞ്ഞു നിർത്തണം പറഞ്ഞു. സാർ ഒരു കല്യാണം പെണ്ണിന്റെ കാര്യം അയാളെ വിളിക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞു അവിടെ നിങ്ങളുടെ വീടിന്റെ അടുത്ത വലിയ റിലേഷൻ ഉണ്ടായിരുന്നു, കാരണം ഇങ്ങനെ മദ്യപാനം പ്രശ്നമൊക്കെ ആണെന്നല്ലോ ആ വീട്ടുകാരറിഞ്ഞത്. മദ്യപിക്കും ഇയാൾ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല, ഇയാൾ ആദ്യം ക്ലിയർ ആവും, എന്നിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തെങ്കിലും നോക്കാം. അതോടുകൂടി കല്യാണമായിട്ട് ബഹളം. ഇനി വല്ലതും ഇവർ പറയാനുണ്ടോ? ഇങ്ങേറെടുത്ത് വീട്ടിലെ കാര്യങ്ങൾ ഇനി എന്നതെങ്കിലും ഇവർ പറയാനുണ്ടോ? എല്ലാ കാര്യങ്ങളും ഒരു വള്ളി പുള്ളി വിടാതെ അങ്ങേരെ അറിയിക്കുകയാണ്. ഇതെല്ലാം ഇങ്ങേരോട് വീഡിയോ എടുത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുക. കാര്യം ഈ മകൻ ഇനി എന്നേലും ഒരു കാര്യം പറഞ്ഞ് വന്നാൽ നീ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, എനിക്ക് നിൻ്റെ മനസ്സറിയാൻ പറ്റുന്നുണ്ട്, നീ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം പറയുമ്പോൾ അവൻ ഞെട്ടും. കാര്യം ദിവ്യദൃഷ്ടിയാൽ പറഞ്ഞു എൻ്റെ കാര്യങ്ങൾ എന്നല്ലേ ആ കൊച്ചു വിചാരിക്കത്തുള്ളൂ. അവർ മുഴുവൻ കാര്യങ്ങളും പറയുന്നുണ്ട്. ആ കൊച്ചിനൊരു ഓപ്പറേഷൻ നടന്ന കാര്യങ്ങൾ വരെ ആ ഇതിന് മുന്നേ വന്നപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ തിരുമേനെടുത്ത്. ആ വൃത്തികെട്ടവൻ ആ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഞാൻ അവസാനം അത് കേൾപ്പിക്കാം. ആ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ആ കൊച്ചു സത്യം പറഞ്ഞാൽ ചമ്മി ഒരുമാതിരി എത്രമാത്രം നാണം കെട്ട് കാണും. ഇതാണ് ഇങ്ങനെ ഈ വിവരക്കേട് പിടിച്ച തള്ളമാരുടെ സ്വഭാവം എന്ന് പറയുന്നത്. മക്കളുടെ കാര്യങ്ങൾ മൊത്തം എവിടെയെങ്കിലും ചെന്ന് അങ്ങ് വിളമ്പി കൊടുക്കും. വിളമ്പി കൊടുത്തുവെച്ചുണ്ടല്ലോ ഈ കുഞ്ഞുങ്ങൾ അവരുടെ മുന്നിൽ നാണം കെടുന്ന ഒന്നൊന്നുമില്ല. വെച്ചാൽ എല്ലാം ഇവരാണ് അവർക്ക്. അതുകൊണ്ട് പിന്നെ ഇവരെ കഴിഞ്ഞിനി ആരുമില്ല, ഇനി ഇവരുടെ മുന്നിൽ എനിക്കൊന്നും മറയ്ക്കാനില്ല എന്നുള്ള രീതിക്കാണ് എല്ലാം പറയുന്നത്. പുള്ളി അതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്, നരേന്ദ്രപ്രസാദ് കാണിക്കുന്ന മാതിരി ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെയൊക്കെ വെച്ച് നരേന്ദ്രപ്രസാദ് കളിച്ചതായിരിക്കും. ഏതാണ്ട് ഒരു ചെറിയൊരു ഷേപ്പും ഒക്കെ ഉണ്ട്. ഭീമരുവിൻ്റെ ആരുടെയൊക്കെ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെ റീൽസൊക്കെ കാണാൻ എൻ്റെ ദൈവമേ. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു, അത് പക്ഷേ ഇതിനകത്ത് ഇടുന്നില്ല. എനിക്ക് വളരെ അത്യാവശ്യം അവനെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ കണ്ട അടുത്തെല്ലാം പോകുന്നുള്ള ഒരു പരാതി വരണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് അവനെ രക്ഷിച്ച് തന്നേ പറ്റത്തുള്ളൂ. എവിടെ പരീക്ഷ മറ്റവന്റെ കണ്ട് അങ്ങ് അയച്ചു കൊടുക്കാം. ബുക്ക് പറഞ്ഞു നോക്കുന്നില്ലല്ലോ വീട്ടിൽ 10ാം ക്ലാസ് പിന്നെ ആ വെയിറ്റോടെ എന്റെ കയ്യെത്താനുള്ള പഠിക്കുന്നില്ല. ജയിക്കാനുള്ള സമ്പ്രദായമൊക്കെ ഞാൻ ചെയ്തുതരാം, പക്ഷെ എന്തെങ്കിലും ചെയ്ത് പഠിക്കണം. പഠിക്കുന്നേ മൂടില്ലേ, പഠിക്കുന്നില്ല, പുസ്തകം തുറന്നു നോക്കുന്നില്ല. നിഗൂഢമായ ചില ലക്ഷ്യങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു പെൺകുട്ടിയായിട്ട് വരിക. നീ നിഗൂഢമായ ലക്ഷ്യങ്ങളൊക്കെ മനസ്സിലാക്കാം കേട്ടോ. ഞാൻ പറയില്ല, അത് ഞങ്ങൾ രഹസ്യമായിട്ട് പറയും. പരസ്യമായിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ ഈ പഠിച്ച് ലക്ഷണം നോക്കുക. കാര്യം നിനക്ക് നല്ലൊരു ജാതകഫലമുള്ള ആളാണ്, അത് അവന്റെ കൂട്ടാവരുത്. മനസ്സിലായി? നമ്മൾ നമ്മുടെ ജാതകഫലം എടുത്തില്ലെങ്കിൽ പിന്നെ വേറെ ഒരു വിധത്തില്ല പറയുന്ന കാര്യങ്ങൾ കേട്ടോ. പഠിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാം, പരീക്ഷ. നമ്മളിപ്പം ഒരു കൊച്ചു പഠിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം പുസ്തകം തുറക്കാതെ പിള്ളേർക്ക് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പുള്ളി തന്നെ അറിയാം പുസ്തകം കൈകൊണ്ട് തൊടുന്നില്ല. അപ്പോൾ തന്നെ അവർ ഞെട്ടി. കണ്ടോ തിരുമേനി എങ്ങനെ അറിഞ്ഞു എൻ്റെ കൊച്ചു പുസ്തകം കൈകൊണ്ട് തൊടുകയായിരുന്നുള്ളത്. അതുപോലെ തന്നെ പറഞ്ഞു എൻ്റെ മൂത്ത മോനെ ഇത്രയൊക്കെ മാറ്റിക്കൊണ്ട് വന്നില്ലേ, ഇവളുടെ കാര്യം കൂടെ ചെയ്യാം. അതുപോലെ തന്നെ അവർ വീണ്ടും ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഇവർക്ക് പ്രണയം വല്ലതും ഉണ്ടോയെന്ന്, പ്രേമം വല്ലതും ഉണ്ടോയെന്ന്. തിരുമേനിയാണോ ആ കൊച്ചിൻ്റെ പ്രേമം പറയേണ്ടത്? അത് ആ കൊച്ചു തന്നെയല്ലേ പറയേണ്ടത്. അങ്ങേർക്ക് അത് പറയാൻ പറ്റുന്നില്ല. പുള്ളി പറഞ്ഞു കേട്ടോ,
അതൊക്കെ ഞാൻ രഹസ്യമായിട്ട് പറയാം എന്ന്. പുള്ളിക്കതറിയാനുള്ള ഒരു ദിവ്യജ്ഞാനമൊന്നുമില്ല. പുള്ളി അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞു വിട്ടത്. എന്നിട്ട് പുള്ളി അതിൻ്റെ കൂടെ ഒഴുക്കം വെട്ടി പറഞ്ഞു അതൊന്നും വേണ്ട, ഇപ്പം പഠിത്തം നോക്കുക എന്ന്. അതെന്നിട്ട് പറയുമ്പോൾ പുള്ളിക്ക് എന്തൊക്കെയോ അറിയാം. ആ കൊച്ചിന് ഇനിയിപ്പോൾ അങ്ങനെ എന്നേലും ഒരു ചെറിയതുണ്ടെങ്കിൽ ആ കൊച്ചൊന്ന് ഞെട്ടും. ഇതും തിരുമേനി കണ്ടുപിടിച്ചോ എന്ന് ഓർക്കും. അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ പുള്ളിക്ക് പറയാം, അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പറയാം അതൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞാണ്. ഇനി അതിലേക്കൊന്നും പോകല്ലേ, പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയും. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് നിൽക്കുക, ഇവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം എല്ലാം ശരിയാക്കി തരുന്നത്. പുള്ളി എല്ലാം ശരിയാക്കി കൊടുത്തു കേട്ടോ, എല്ലാം നല്ല വൃത്തിക്ക് ശരിയാക്കി കൊടുത്തു. ടെൻഷനൊന്നും കാര്യമില്ല, മാർക്കൊക്കെ ഉണ്ടാവുക, അതിനോട് നമുക്ക് ചെയ്യാം. മറ്റുള്ളവരുടെ ഇവരുടെ പഠിത്തവും കാര്യങ്ങളും മൂലപ്പൊലിയൊക്കെ മാറിയിടില്ലേ? മറ്റേത് ഇതല്ലേ ഫിസ്റ്റുലല്ലേ? ഫിസ്റ്റുല എന്നാ അതിന് പറയാം. ഒരാണി പോലൊരു സാധനമല്ലേ ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് ചവ് പോലൊരു സാധനം എടുത്തല്ലേ. എത്ര വൃത്തികെട്ടവനൊന്ന് ഓർത്ത് നോക്കിയല്ലേ. ആ കൊച്ചിനോട് ചോദിച്ചാൽ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ. എത്ര വൃത്തികെട്ടവനാണ് ആ ഒരു പെങ്കൊച്ചല്ലേ, ഒരു 16 വയസ്സെന്നൊരു കൊച്ചല്ലേ. ആ അസുഖം എവിടെ വരുന്നതെന്നും അതെങ്ങനെയാണെന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അത് പിന്നെ അത്രയും വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് കളിയാക്കിയാണ് പുള്ളി ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ കൊച്ചൊന്ന് ചമ്മിക്കാണും ആ ചോദിച്ചപ്പോഴത്തേക്ക്. അത് പറയുന്നത് അതല്ല എന്ന് പറയുന്നു. ഉണ്ടെങ്കിൽ അതാന്ന് പറഞ്ഞ് മനസ്സിലാക്കി വിശദീകരിച്ച് ആ തള്ള കീഴേന്ന് കണാന്ന് വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ പെണ്ണുപിള്ളക്കിട്ടൊക്കെ വേണം 2 എണ്ണം കൊടുക്കാനായിട്ട്. ഒരു പെങ്കൊച്ചിനെ പറ്റി ഇതുപോലൊക്കെ ചെന്ന് ഒരിടത്ത് നിന്ന് പറയാം. ഇനിയിപ്പം നാളെ നോക്കി അങ്ങനെ എന്തെങ്കിലും നോക്കി പോന്നു, അത്രയേ ഉള്ളൂ. അതിൻ്റെ ആ സർജറിയും കാര്യങ്ങളും ഒക്കെ അതെല്ലാം വിശദീകരിച്ച് കൊടുത്തേക്കുവാണ്. അതൊക്കെ അവൻ അതിനോട് ചോദിക്കുവാണ്. നമ്മുടെ വീടാകുമ്പോൾ അതിനൊരു താത്വികത ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ അവിടെ വരുന്നതായ ചില ഒരുപാട് സാന്ദ്രത്തിലായപ്പോൾ വളരെ അങ്ങോട്ട് പോകണമെങ്കിൽ പോകാനോ എടുക്കാനും. മറ്റേതെന്ന് വെച്ചാൽ ജയിലായിരുന്നു തിരുവേനി. 14 കൊല്ലം ഞാൻ ജയിലിലായിരുന്നു, അല്ല 24 കൊല്ലം ഞാൻ ജയിലിലായിരുന്നു. ഇപ്പോഴാ പിന്നെ ശ്വാസം വിട്ട് നടക്കുന്നത്. ബാധ്യത ഉണ്ടെങ്കിലും ശ്വാസം വിട്ട് നടക്കുന്നത്. എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നെ ഇവ ഞാൻ പ്രമാണത്തിന്റെ വേണ്ടി എന്തെങ്കിലും ഇവനെ കൊണ്ട് തന്നെ അടപ്പിക്കത്തക്ക രീതിയിൽ സുജാമ ഞാനോട് വരാം വ്യാഴാഴ്ച. പ്രമാണം കഴിക്കുന്ന വ്യാഴാഴ്ച കൊണ്ടുവരട്ടെ. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു, എല്ലാം കേട്ടു. ഇനി അവരോട് പറയുന്നത് ഇനി അവിടെ ഇരിക്കുന്നത് ഇങ്ങേര് മറ്റുള്ളവരുടെ മനസ്സറിയുന്ന ഒരാളാന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നു. അവർ 24 വർഷം അവർ തടങ്കലായിരുന്നു എന്ന് പറയുന്നു. ആ ഇനിയിപ്പോൾ അവരുടെ അവസ്ഥ എന്നായിരിക്കും. ഇനിയിപ്പോൾ അവരുടെ അവസ്ഥ എന്നായിരിക്കും. ഇവരിങ്ങനെ ഒരു കാര്യത്തിന് പോയതുകൊണ്ടാണെന്ന് എല്ലാവരും പറയത്തില്ലേ. ഇവ കാര്യങ്ങൾക്കൊക്കെ പോയി ഇവരിപ്പം ഇവരുടെ ഈ ജാതകം നോക്കുന്നതോ അല്ലെങ്കിൽ ഈ കൊച്ചുങ്ങൾ പഠിക്കാത്തതോ ഇതൊന്നും അല്ല ഇവരുടെ ഇപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ആ സ്ഥലം വെച്ച് എങ്ങനെയാലും കുറച്ച് പൈസ എടുക്കണം. അതാണ് ഇവരുടെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യത്തിന് ഇവർ വന്നേക്കുന്നത്. ആ കൂടെ ഈ കാര്യങ്ങളും കൂടി ഇവർ പറയുന്നു. അവർക്ക് ആദ്യം ഇങ്ങനെ അങ്ങ് വിശ്വാസമായി. കാര്യം മകനെ നേർവഴിക്ക് പതിയെ വന്നുകൊണ്ടിരിക്കുന്നു. മദ്യപാനം കുറഞ്ഞ് മകൻ നല്ല രീതിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മകനൊരു കല്യാണം കഴിക്കണമെന്നുള്ളതാണ് മകൻ്റെ. ഈ മകനിട്ടും ഒക്കെ വേണം കൊടുക്കാനായിട്ട്. കാര്യം തന്ത ഇത്രയും നാളും കിടന്ന് കാണിച്ചു കൂട്ടിയ കോലങ്ങളൊക്കെ ആ മകനൂടെ കണ്ടോണ്ടല്ലേ വളർന്നത്. അവർ പറയുന്നു മകൻ അങ്ങനെയൊക്കെ ആയിപ്പോയത് ആ ജീവിത സാഹചര്യം കൊണ്ടാണ്, സ്വാതന്ത്ര്യമില്ലാതെ ഇങ്ങനെ വളർന്നുകൊണ്ടാണ്. എത്രയോ കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെയൊക്കെ വളർന്നിട്ട് നല്ലപോലെ അമ്മയെ ഇങ്ങനെ ഉപദ്രവിക്കുക, അമ്മയ്ക്ക് വരുന്ന ബുദ്ധിമുട്ടുകളും കണ്ട് നല്ല രീതിക്ക് വരുന്ന എത്രയോ കുഞ്ഞുങ്ങളുണ്ട്. ഒന്നാമത് എന്നാന്ന് വെച്ചാൽ ഇങ്ങനൊരു പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് മിക്ക വീടുകളിലും കാണുന്നൊരു കാര്യമാണ്. ഇപ്പോൾ തന്ത ഇച്ചിരി മോശമായിക്കോട്ടെ, കുഞ്ഞുങ്ങളോട് അവരുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. ഈ തന്തമാരുടെ കുറ്റം പറയരുത്. പറഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ഇവർക്ക് പിന്നെ അവരെയും വില കാണത്തില്ല, നമ്മളെയും വില കാണത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ് വരുന്നത്. ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അതൊക്കെ മാറും മോനെ എന്ന് പറഞ്ഞാൽ അതിനെ സ്നേഹത്തിൽ കൊണ്ടുവരാനാണ് നോക്കേണ്ടത്. അതിന് പകരം അതിന് സ്വാതന്ത്ര്യം കിട്ടിയില്ല, തന്ത കാരണമാണ് കൊച്ചിങ്ങനായി പോയത് എന്നും പറഞ്ഞ് അവരവനെ ആ ഒരു രീതിക്ക് അങ്ങ് ഒരു മൂടുപടം കൊടുത്തേക്കുവാണ്. അതുപോലെ തന്നെ അവർ അങ്ങേര് പറയുന്നുണ്ട് കൊച്ചെ നിൽക്കണം എന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നത്. മോനെ നിൽക്കട്ടുള്ള പണിയും തരാം, വരുന്നു മോനെ നമുക്ക് സമയമുണ്ട് എന്നുള്ള രീതിക്കാണ്. എല്ലാവരും പോയതിന് ശേഷം ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് ആ മുറിയിലേക്ക് കൊണ്ട് ആ കൊച്ച് ഓരോ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. അതിന് ഒരു ബാധയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പഠിക്കില്ലാത്ത കാര്യം അത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണ്. ഇപ്പോഴത്തെ ഈ മൊബൈലും ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉള്ളതാണ്. പിന്നെ അവർ പറഞ്ഞ പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല ചേച്ചി. പ്രശ്നങ്ങൾ എല്ലാ വീട്ടിലും ഉണ്ട്. എല്ലാ വീടുകളിലും പ്രശ്നങ്ങളുണ്ട്, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അതെല്ലാം നമ്മൾ തരണം ചെയ്ത് പോകുമ്പോഴാണ് നമ്മളവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീടുകളിലും ലാഭിഷും സുഖമായിട്ടും ജീവിക്കുന്നതല്ല. എല്ലാ വീട്ടിലും ഒന്നെങ്കിൽ ചിലപ്പോൾ അസുഖങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കാം. എല്ലായിടത്തും ഉണ്ട് ടെൻഷന്. ആരും ഹാപ്പി ആയിട്ടല്ല ജീവിക്കുന്നത്. എല്ലാവരും നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ചിലപ്പോൾ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്തായിരിക്കും, പിള്ളേർ പഠിക്കാത്തതിനെ കുറിച്ച് ഓർത്ത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷേ അതെല്ലാം വേറൊരാളോട് ചെന്ന് പറയാം. നമുക്ക് പറയാൻ പറ്റുന്നിടമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവരോട് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മുടെ കെട്ടിയനോടും മക്കളോടും പറയാൻ പറ്റുന്നിടത്തോളം കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ പുറത്ത് നമ്മുടെ ഒരു ബന്ധുക്കാരോട് പോലും നമ്മുടെ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞാൽ പിന്നീട് അവരത് തിരിച്ച് നമുക്കിട്ട് കിട്ടുന്ന ഒരു പണിയാണ്.
അതെല്ലായിടത്തും ഉള്ള അനുഭവങ്ങളാണ്, ഒരാൾക്ക് മാത്രമല്ല. പിന്നെ നമുക്ക് പറയാം, നമ്മുടെ അപ്പനോടോ അമ്മയോടോ പറയാം, നമുക്ക് എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാം. പക്ഷേ കഴിവത് ആ കുടുംബത്തിൽ തന്നെ ഏത് പ്രശ്നങ്ങളും നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. മറ്റൊരാൾക്കും കൂടെ ചർച്ച ചെയ്യാൻ കൊടുത്ത് മറ്റൊരാളുടെ ഉപദേശം കൂടെ തേടാൻ കൊടുത്തു കഴിയുമ്പോഴാണ് പലരും വന്ന് നമ്മളെ കിടന്ന് ഉപദേശിക്കാനും ഇത്രയും ഇപ്പം ഈ ഒരു പ്രശ്നങ്ങൾ വരേണ്ടത്. ആ കൊച്ച് അത് എന്തുമാത്രം ഇപ്പം മാനസികമായിട്ട് അത് പേടിച്ച് കാണും, എത്രമാത്രം അത് എത്രമാത്രം ഭയന്ന് കാണുന്നത്. ഭയന്ന് ഓടി വന്നപ്പോഴത്തേക്ക് ഈ പന്നം പറഞ്ഞതാണ്, ബാധ ഒഴിക്കുവാണ്, അതുകൊണ്ട് അതിനെ പിടിക്കരുത്, പിടിച്ചാൽ നിങ്ങളുടെ ദേഹത്തോട്ടും കൂടെ കയറുമെന്ന്. അത് രക്ഷപ്പെടാൻ വേണ്ടി ഓടി. നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. ജീവിതത്തിലും ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇവിടെ വന്ന് എത്ര പേർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും, എത്ര പേരത് മിണ്ടാതെ സഹിച്ച് അവരനുഭവിച്ചിട്ടുണ്ടായിരിക്കും. മൗനമായിട്ട് എത്ര പേര് ചിലപ്പോൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം ഇങ്ങേരുടെ കയ്യിൽ നിന്ന്. എന്നതാണെങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ ഒരുപാട് പേർക്ക് ഒരുപാട് പാഠങ്ങളാണ്. കാര്യം നമ്മൾ ഓരോ സ്ഥലത്ത് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് പെടുക എന്ന് പറയുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെടാതിരിക്കുക. നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കുക, ഇതൊക്കെ നമുക്ക് നല്ലതിനാണോ എന്നുള്ളത്. നമ്മൾ നാളും നല്ല ജ്യോത്സ്യന്മാരുണ്ട്, നല്ലത് നോക്കി ആ ഒരു വീടിനകത്തോട്ട് നമുക്ക് കയറുമ്പോൾ അതൊരു ജ്യോതിഷം പറയുന്ന സ്ഥലമല്ലത്. അവിടെ വേറെ പരിപാടി നടക്കുന്ന സ്ഥലമൊന്നും അല്ലേ. പിന്നെ ഇതുപോലെ ഇങ്ങനെ സെറ്റപ്പൊന്നും ആക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഒരു പൂജാമുറിയില്ല, അങ്ങനെയൊന്നുമില്ല. ഇനി പൂജാമുറി ഇല്ലെങ്കിൽ വേണ്ട, അങ്ങനെ രീതിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തോട്ടെ. പക്ഷെങ്കിൽ ഇതുപോലുള്ളൊരു നിഗൂഢമായിട്ടുള്ളൊരു രീതിയാണ് ആ റൂമിലേക്കൊക്കെ കയറുമ്പോഴത്തേക്ക്. എന്നാണേലും പുള്ളി നിരപരാധിയല്ല എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി. പുള്ളി നല്ലപോലെ ഇവരുടെ കാര്യങ്ങൾ മൊത്തം അറിഞ്ഞതിന് ശേഷം ഈ 20 ലക്ഷം രൂപ ഇങ്ങനെ റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഈ കൊച്ചിന് എന്തെങ്കിലും ചെയ്താലും ഇവർ മിണ്ടുകല്ലെന്നാണ് വിചാരിച്ചത്. പിന്നെ അവിടെയുള്ള നാട്ടുകാർ പറയുന്നു, ഇങ്ങനെ ഇറങ്ങി ഓടിച്ചെന്നുകൊണ്ട് നാട്ടുകാരറിഞ്ഞുകൊണ്ടാണ് ഇത് പുറം ലോകം അറിഞ്ഞതെന്ന്. ഒരു പക്ഷേ ഇവർ ചിലപ്പം ഇത് മൗനമാക്കി വെച്ചിരുന്നതിന്, പുറം ലോകം അറിയാതെ ഒരു നോക്കുമായിരുന്നതിന്. എന്നതാണേലും ഒരു പാമ്പിടിച്ചൊരു കൊച്ചിൻ്റെ സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നി കണ്ടപ്പോഴത്തേക്ക്. അതിനെ നമ്മൾ കണ്ടിട്ടില്ല ഇന്നലെ അതിൻ്റെ സംസാരം കേട്ടോ. ഒരു കൊച്ചിൻ്റെ വർത്തമാനവും കാര്യങ്ങളും ഒക്കെയാണ്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ട് കൊച്ചിൻ്റെ അമ്മയ്ക്കും ഉണ്ടത് പങ്ക്. ഇങ്ങനെ മാത്രമല്ല, ഈ കൊച്ചിനെ ഇങ്ങനെ ഒരു പ്രശ്നത്തേക്ക് തള്ളി വിട്ടതിൽ ഇവരുടെ അമ്മയ്ക്കും ഉണ്ടതിലൊരു പങ്ക്. ആ കുടുംബത്തിലെ മൊത്തം കാര്യങ്ങളും വിളമ്പി അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ചെന്നത്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.